കുലുങ്ങിയ കുലിക്കാലും കുലിക്കാലും കുലുങ്ങാത്തൊരു നാടുണ്ട്. നമസ്കാരം. മൂർക്കനാട് ലൈവിന് ഇന്ന് 3 അതിഥികളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, അൽ മലപ്പുറം എന്ന വീഡിയോയുടെ പിന്നണിയിലെ പ്രവർത്തകരാണിവർ. ഇവരിൽ പലർക്കും മൂർക്കനാടുമായി പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മൂർക്കനാട് ലൈവിൻ്റെ പ്രേക്ഷകർക്ക് ഇവരെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു അഭിമുഖം മൂർക്കനാട് ലൈവ് സംഘടിപ്പിക്കുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് അൽ മലപ്പുറം എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറായ ആഷിഖ് ഐമർ, അതോടൊപ്പം തന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ സുഹൈൽ, എടപ്പലം സ്വദേശിയാണ്. അതോടൊപ്പം അതിൻ്റെ അസോസിയേറ്റ് ക്യാമറാമാൻ ജുനൈദ്. 3 പേരാണ് മൂർക്കനാട് ലൈവിൽ അൽ മലപ്പുറം എന്ന വളരെ വൈറലായ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ മറ്റു കാര്യങ്ങളുമെല്ലാമായി ഉള്ള വിവരങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി നമുക്ക് അൽ മലപ്പുറം എന്ന ഈ ഷോർട്ട് ഫിലിമിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഡയറക്ടറായ ആഷിഖ് ഐമറിനോട് തന്നെ ചോദിക്കാം. ആഷിഖ്, ഇത്തരം ഒരു പ്രൊജക്റ്റുമായി നിങ്ങൾ മുന്നോട്ട് വരാനുണ്ടായ ഈ ഒരു ആശയം വെച്ച് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? ഇതിനൊരു ഷോർട്ട് ഫിലിമായിട്ട് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഇതൊരു പ്രതിഷേധമായിരുന്നു, ഒരു പ്രൊട്ടസ്റ്റായിരുന്നു. ഒരു മലപ്പുറം ജില്ലക്കാരൻ എന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ഒരു മാധ്യമ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ഈ രീതിയിൽ മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് മലപ്പുറം ബാക്കിയുള്ള ജില്ലകൾക്ക് കിട്ടുന്ന പരിഗണന പോലും നമ്മുടെ സ്വന്തം ജില്ലക്ക് കിട്ടുന്നില്ല എന്നതിൽ നിന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന നിലക്കാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാധ്യമങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ന്യൂസ് വരുമ്പോൾ മലപ്പുറം ജില്ലക്ക് തൊട്ടടുത്തുള്ള പ്രദേശം എന്തെങ്കിലും ഒരു തീവ്രവാദ ബന്ധം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയെ ഫോക്കസ് അതിനെതിരെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്ന നിലക്കാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതായിരുന്നു ഈ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ആഷിഖ് പങ്കുവച്ച പോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിം എന്നതിലപ്പുറം ആ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെ ഒരു ആഷിഖ് ഐമർ പ്രതിഷേധം എന്നുള്ള രൂപത്തിലാണ്. മലപ്പുറത്തിൻ്റെ പാരമ്പര്യം നമുക്കറിയാം. സാമ്രാജ്യത്വ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളും സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെ കൈമൈ മറന്ന് ജാതിമത ഭേദമന്യേ മലപ്പുറം അതിലെല്ലാം വളരെ കൃത്യമായ അതിൻ്റെ ആ സിഗ്നേച്ചർ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ മറ്റു ജില്ലകളെക്കാളെല്ലാം ഉപരി ആളുകൾക്ക് സ്വൈരത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ജില്ല തന്നെയാണ് മലപ്പുറം. ആ ജില്ലയെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ സാഹചര്യം ആഷിഖ് പറയുകയുണ്ടായി. ഏതാണ്ട് ആഷിഖിനോട് ചോദിക്കാനുള്ള ഇത് എത്ര കാലത്തൊരു പ്ലാനിങ് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്? കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ചത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഒരു അമ്പലം പൊളിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി മലപ്പുറത്ത് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു കൊള്ളി എറിഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തം കലാപം നടത്താം എന്നുള്ള ചില ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു ഇതുണ്ടായി. ആ സമയത്താണ് ഒരു 2 ദിവസത്തെ പ്രീ പ്രൊഡക്ഷനും 1 ദിവസത്തെ ഷൂട്ടും 3 ദിവസത്തെ പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ഏകദേശം ഒരു ആഴ്ച മാത്രമേ ഈ വീഡിയോക്ക് പിന്നിലെടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ വീഡിയോ പിന്നെ ഏകദേശം പെട്ടെന്ന് തന്നെ ഞങ്ങൾ സ്പീക്കറെ കാണിക്കുകയും അദ്ദേഹമാണിത് ആദ്യം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഒരാഴ്ചത്തോളം സമയം മാത്രമേ ഞങ്ങൾ ഇതിൻ്റെ പിന്നിലെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആഷിഖാണെങ്കിലും അതുപോലെ തന്നെ സുഹൈലാണെങ്കിലും ഒക്കെ മാധ്യമ വിദ്യാർത്ഥികളാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്ര നല്ല രൂപത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവർ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവരുടെ മികവ് തെളിയിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള സുഹൈൽ നമ്മോടൊപ്പമുണ്ട്. മൂർക്കനാടിൻ്റെ തൊട്ടടുത്ത അയൽപ്രദേശമായ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പുഴ കഴിഞ്ഞാൽ തൊട്ട അയൽപ്രദേശമായ എടപ്പലമാണ് സുഹൈലിൻ്റെ സ്വദേശം. സുഹൈലും ആഷിഖും സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള നിലക്ക് ഈ ഒരു വീഡിയോ തയ്യാറാക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഷൂട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാമായിരുന്നു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇത് ചെയ്യുന്നതിൻ്റെ ആഷിഖ് പറഞ്ഞ പോലെ 2 ദിവസം മുന്നെയാണ് ആഷിഖ് എന്നെയും വിളിക്കുന്നത്. ഇങ്ങനെ ഒരു
നമുക്കൊരു ഇത് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പൊന്നാനി ആയിരുന്നു ഇതിൻ്റെ മെയിൻ ലൊക്കേഷൻസൊക്കെ ആയിട്ട്. ഒരു ഭൂരിഭാഗവും പൊന്നാനിയായിരുന്നു ലൊക്കേഷൻസൊക്കെ പ്ലാൻ ചെയ്ത്. ഒരു ദിവസത്തെ ഷൂട്ട് നമ്മൾ രാവിലെ ഒരു 7 മണിയായപ്പോഴേക്ക് പൊന്നാനിയിലെത്തി. മഴ ഒക്കെ പ്രതികൂലമായിട്ട് നമുക്കുണ്ടായെങ്കിലും ആ ഒരു പൊന്നാനിയിലുള്ള നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ ആ ഒരു ടീം വർക്ക് നന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ആയതോട് കൂടിയിട്ട് തന്നെ മൊത്തം നമ്മൾ കവർ ചെയ്ത് അന്ന് അവിടെ നിന്ന് നോമ്പ് തുറന്നിട്ടാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത്. ഒറ്റ ദിവസം ആ ഒരു അങ്ങനെയായിരുന്നു അതിലേക്ക് വരുന്നതും ആ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പുറത്തെക്കുറിച്ച് ഇത്തരം ഒരു തീം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ മുതിർന്നവരുടെ ഒരു ഉപദേശം നിങ്ങൾ തേടിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ആരൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള ഉപദേശങ്ങൾക്കായി നിങ്ങൾ സമീപിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞ ഒരു ചുരുങ്ങിയ സമയമാണ് കിട്ടിയത്. ആ സമയത്ത് പരമാവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മലപ്പുറമായിട്ട് ബന്ധപ്പെട്ടപ്പം പൊന്നാനിയിലുള്ള പല ആളുകളെയും നമ്മൾ കണ്ടു. പിന്നെ ഞങ്ങളുടെ സക്രിയാക്ക എന്ന് പറയുന്ന ഒരാളുണ്ട്, സക്രിയാക്ക ഉണ്ട്. സക്രിയാക്കനെ കണ്ടു. ആക്ടറായിട്ടുള്ള അനീഷ് ജിമേനും മലപ്പുറത്തിൻ്റെ ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തെയും കണ്ട് അദ്ദേഹത്തോടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെയാണ് അവരോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ചില കറക്ഷൻസൊക്കെ വരുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു അൽമലപ്പുറമായിട്ട് മുന്നോട്ട് പോയത്. മൂർക്കനാട് ലൈവിനെ സംബന്ധിച്ചിടത്തോളം ആഷിഖ് ഐമർ നമ്മുടെ മൂർക്കനാട് ലൈവിൻ്റെ അഡ്മിനും പ്രധാന പ്രവർത്തനവുമായ നവാസ് പറമ്പിലിൻ്റെ സഹോദരി പുത്രനാണ്. നമ്മോടൊപ്പം ഇതിൻ്റെ അസോസിയേറ്റ് ക്യാമറാമാനായിട്ടുള്ള ജുനൈദ് കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച ക്യാമറ, അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒന്ന് ജുനൈദ് മൂർക്കനാട് ലൈവുമായി പങ്കുവച്ചാൽ നന്നായിരുന്നു. അങ്ങനെ ഇതിൻ്റെ വലിയൊരു ക്യാമറയും കാര്യങ്ങളൊന്നുമല്ല സെറ്റ് ചെയ്തിട്ടുള്ളത്. മാർക്ക് 3 എന്ന് പറഞ്ഞാൽ വീഡിയോ സ്റ്റിൽ ക്യാമറ എടുക്കുന്ന അതിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ചെറിയ തരം എന്താണ് ലൊക്കേഷൻ പഴമ ആഗ്രഹിക്കുന്നൊരു തീമായതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഞങ്ങൾ പൊന്നാനിലേക്ക് മാറ്റിയത്. അവിടുത്തെ ആളുകളും നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൈൽ ഫിലിമിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആ ഫിലിമിലൊരു ചെറിയ റോൾ കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ സുഹൈലിൻ്റെതായ ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡയലോഗ് മൂർക്കനാട് ലൈവിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഇത് ക്യാമറയുടെ മുന്നിൽ പറയണമെന്ന് അഭ്യർത്ഥിക്കുക. ആ സമയത്ത് സംഭവിച്ചാണ്, നമുക്കൊന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്കൊന്നും പിടിക്കാത്ത മമ്മതും ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ ഇപ്പോൾ ഏതാണ്ട് ഇന്നത്തോടെ 4 ലക്ഷം റീച്ച് ആ വീഡിയോക്ക് ഫേസ്ബുക്ക് എൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയുള്ള റീച്ച് എത്തിയെന്നാണ്. മറ്റ് നമ്മളൊക്കെ വാട്സപ്പിലും ഒക്കെ ആയിട്ട് അതിൻ്റെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള അതിൻ്റെ ഷെയറുകളും റീച്ചുകളൊക്കെ അതിലെ എത്രയോ അധികമാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ആഷിഖ് ഐമറിൻ്റെയും ജുനൈദിൻ്റെയും സ്വദേശം നമ്മുടെ വെങ്ങാട് വളാഞ്ചേരിക്കടുത്ത പൂക്കാട്ടിരിയാണ്. സുഹൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടപ്പലമാണ്. അപ്പോൾ മലപ്പുറത്തുകാരും മലപ്പുറത്തിനോട് ആത്മബന്ധമുള്ളവരും ചേർന്ന് തയ്യാറാക്കിയ, മലപ്പുറത്തെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ കണ്ടൻറ്റ് അത്രയും കൃത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഇത്രയും അധികം ആളുകൾ ഏറ്റെടുക്കുകയും അത് കാണുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും വളരെ നല്ല രൂപത്തിൽ അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നല്ല സന്ദേശം കേരളം മുഴുവൻ വ്യാപിപ്പിക്കട്ടെ എന്നും അത് വ്യാപിച്ച് മലപ്പുറത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ ഇത് ഇടയാകട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മാധ്യമ വിദ്യാർത്ഥികൾ കൂടിയായ നിങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വീഡിയോകളുമായി ഇനിയും മുന്നോട്ട് പോകണമെന്നും അതിനുള്ള എല്ലാ ആശംസകളും പിന്തുണയും മൂർക്കനാട് ലൈവ് പോലെയുള്ള ഓൺലൈൻ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. മൂർക്കനാട് ലൈവിൻ്റെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തോടു കൂടിയായിട്ട് ഒരു 4 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് നമ്മുടെ അൽമലപ്പുറം റീച്ച് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ട്രെൻഡിങ്ങിൽ ഏകദേശം ഇന്നലെ 2ാം സ്ഥാനത്തോടു കൂടി കയറിയിട്ട് വന്നു. ഒരുപാട് സന്തോഷം. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അൽമലപ്പുറം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള കലാകാരന്മാർക്ക് മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നത് ഇപ്പോൾ മൂർക്കനാട് ലൈവ് പോലെയുള്ള മാധ്യമങ്ങളാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ പിന്തുണ നമുക്കുണ്ടാവണം. കാരണം നിങ്ങളുടെ പിന്തുണകളാണ് നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് കൂടുതൽ പ്രചോദനം തരുന്നത്. തുടർന്നും എല്ലാവരുടെയും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു വീഡിയോ ആലോചിക്കുമ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാം, അങ്ങനെ പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ രേഖപ്പെടുത്താം.
പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിലായാലും. അപ്പോൾ അങ്ങനെയാണ് ഒരു വീഡിയോ എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ മലപ്പുറത്തുകാരായാലും മലപ്പുറത്തിന് പുറത്ത് മലപ്പുറത്ത് സ്നേഹിക്കുന്നവരെ തന്നൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഹിറ്റായത്. അപ്പോൾ അതിൽ പിന്നെ ഈ പറയുന്ന മലപ്പുറത്തുകാർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മൂർക്കനാട് ലൈവിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നല്ല നല്ല വീഡിയോസിന് വേണ്ടി മൂർക്കനാട് ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.